ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം വൈകുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി PV അൻവർ MLAയ്ക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ദുരന്തത്തിനിരയായവരെ രക്ഷിക്കുകയാണ് വേണ്ടതെന്നും പുനരധിവാസം വൈകിച്ച് ശിക്ഷിക്കരുതെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് അനു ശിവരാമൻ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. MLAയും സർക്കാരും ആഗസ്റ്റ് 6-നകം വിശദ സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസ് വീണ്ടും 6-ന് പരിഗണിക്കും. മുൻ ജില്ലാ കളക്ടർ ജാഫർ മാലിക് പോത്തുകൽ പഞ്ചായത്തിൽ 9 ഏക്കർ ഏറ്റെടുത്ത് പുനരധിവാസത്തിനായി സമർപ്പിച്ച ഭൂദാനം നവകേരള ഗ്രാമം പദ്ധതി MLA ഇടപെട്ട് അട്ടിമറിച്ചെന്നാണ് പരാതി. മൺസൂൺ മുമ്പ് പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കവളപ്പാറ കോളനി കൂട്ടായ്മ കൺവീനറും ദുരന്തത്തിന്റെ ഇരയുമായ MS ദിലീപാണ് ഹർജി സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന ഉരുൾപൊട്ടലിൽ 59 പേർ കൊല്ലപ്പെട്ടു. 44 വീടുകൾ പൂർണ്ണമായും 40 വീടുകൾ ഭാഗികമായും തകർന്നു. ഇവിടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 67 കുടുംബങ്ങളെ 10 സെന്റ് വീതം സ്ഥലത്ത് വീട് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുന്നതിന് കളക്ടർ സമർപ്പിച്ച ഭൂദാനം നവകേരള ഗ്രാമം പദ്ധതി സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ പണം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാകുമെന്ന വാദവുമായി MLA രംഗത്തെത്തുകയായിരുന്നു. ഇത് വിവാദത്തിലേക്ക് നീങ്ങിയതോടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങുന്നതിന് PV അൻവർ MLA നിർബന്ധിച്ചതായി ഗുരുതര ആരോപണവുമായി കളക്ടർ ജാഫർ മാലിക്കും രംഗത്തെത്തി. പിന്നീട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭ്യമാക്കാമെന്ന് MLA ഉറപ്പ് നൽകി. ഇതോടെ വിജ്ഞാപനം സർക്കാർ റദ്ദാക്കി. എന്നാൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പർച്ചേസ് കമ്മിറ്റി നിശ്ചയിച്ചതിൽ കുറഞ്ഞ വിലയ്ക്ക് അനുയോജ്യമായ ഭൂമി പോത്തുകൽ പഞ്ചായത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതോടെയാണ് പുനരധിവാസം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. മലബാർ ന്യൂസ്, നിലമ്പൂർ.